ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള പാൽ പൊറോട്ടയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു പൊറോട്ടയാണ് പാൽ പൊറോട്ട. അതുപോലെ തന്നെ മറ്റുള്ള പൊറോട്ടയെ അപേക്ഷിച്ച് നല്ലൊരു ടേസ്റ്റാണ്. കാരണം നമ്മളിത് മിൽക്കിലാണ് കുഴച്ചെടുക്കുന്നത്. അതുപോലെ മറ്റുള്ള പൊറോട്ടയ്ക്ക് കുഴച്ച് വെക്കുന്നത് പോലെ നമുക്ക് മണിക്കൂറുകളോളം ഇത് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റുമാണ്. കറിയില്ലാതെ കൂടി നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആട്ടപ്പൊടിയിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 എഗ്ഗ് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലായാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മിൽക്ക് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റായിട്ട് മിൽക്ക് എടുത്തിട്ട് കുഴച്ചെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ പൊറോട്ട ഹാർഡായി പോവും. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലുള്ള മിൽക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇളം ചൂട് മതി. ആ ചൂടിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യമായിട്ടുള്ള മിൽക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുമല്ലോ, അത്രയും തിക്നെസ്സിൽ കുഴച്ചെടുത്താൽ മതി. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന ടൈമിൽ അല്പം ലൂസായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ വേണ്ട. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ അല്പം തിക്നെസ്സിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ നേരം ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. എന്നാലും കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ മുകളിലായിട്ട് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കുക. ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് 2 ഭാഗമായിട്ട് തിരിക്കണം. ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 ഭാഗമാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇത് ഞാനിവിടെ മൈദയിലാണ് പരത്തിയെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പൊറോട്ടയ്ക്ക് നല്ല ലെയറായിട്ട് കിട്ടുള്ളൂ. എത്രയും തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. കാരണം നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് കറിയില്ലാതെ ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. കാരണം നമ്മൾ പാലിലാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓംലെറ്റ് വെച്ചിട്ട് ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് നമുക്ക് സാൻഡ്വിച്ചൊക്കെ കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒട്ടാകെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്കിത് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ ചുരുട്ടിയെടുക്കുക. മറ്റേ അറ്റം വരെ ഇതുപോലെ ചുരുട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കനത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 ഭാഗമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 4 പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
കണ്ടല്ലോ, ഇതിൻ്റെ ഉൾവശം ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല ലെയറായിരിക്കും കിട്ടുക. കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദയിൽ നിന്നും 8 പൊറോട്ടയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അല്പം മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. ഇതുപോലെ നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം, ഇല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയും ഉണ്ടാക്കിയെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ മാവ് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കുക. എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് പൊങ്ങി വരുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവൻ ചപ്പാത്തിയും നമുക്ക് പരത്തിയെടുക്കണം. ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓയിലിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. കുറഞ്ഞ ഓയിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ തവയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കുന്ന തവയുണ്ടല്ലോ, അതാകുമ്പോൾ 2-3 എണ്ണം ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തവയില്ലെങ്കിൽ ചെറിയ തവ വെച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുത്താലും മതിയാവും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം വശം ഗോൾഡൻ കളറായിട്ട് വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഉൾവശം വെന്ത് കിട്ടില്ല. ഇതുപോലെ 1-2 തവണ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് അല്പം കൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിലിന് പകരമായിട്ട് ഗീ സ്പ്രെഡ് ചെയ്താലും മതിയാവും. നമുക്കിവിടെ ഗീയുടെ ടേസ്റ്റ് അത്രക്കങ്ങ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ 2-3 തവണ തിരിച്ചിടുമ്പോൾ തന്നെ ഈ പൊറോട്ട നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. ആ ടൈമിൽ നമ്മൾ എടുത്ത് മാറ്റരുത്. പൊങ്ങി വന്നാലും വീണ്ടും തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കണം. കാരണം ലെയറുകളായിട്ടുള്ളത് കൊണ്ട് തന്നെ ഉൾവശം കുക്കായിട്ട് വരില്ല. അപ്പോൾ പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ 2-3 തവണ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, ഇത് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഉൾവശം വേവാതെ ആയിപ്പോവും. ഇത് നമുക്ക് മറ്റേ പൊറോട്ട പോലെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെറും ഒരു അരമണിക്കൂറിൻ്റെ സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇതിപ്പോൾ ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു തവണ കൂടി തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിത് പാനിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഇട്ടിട്ട് ചുട്ടെടുക്കണം. അപ്പോഴേക്കും ഞാൻ ഇതുവരെ ചുട്ടെടുത്തത് ഞാൻ കാണിച്ചു തരാം. വെറുതെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെയാണ്. കറിയില്ലാതെ കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും.
താങ്ക്